നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നത് നല്ലൊരു സിറമാണ്. സിറം നമുക്ക് നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ തന്നെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറാനും മുഖക്കുരു മാറാനും ഒക്കെ പറ്റണ നല്ലൊരു സിറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ തരും, നല്ലപോലെ വെളുക്കും. ഇതിൽ നമുക്ക് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമുക്ക് മുഖത്തിന് വെളുക്കാനും പാടുകൾ മാറാനും പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. മുഖം എന്നും നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കും. അത്രയ്ക്ക് നല്ലൊരു സിറാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സിറമൊക്കെ വാങ്ങാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പൈസ എത്ര 599, 800, 1000 ഇങ്ങനെയൊക്കെ സിറത്തിന് വില. എല്ലാവർക്കും പൈസ കൊടുത്ത് വാങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഡെയിലി രാത്രി ഈ സിറം തേച്ച് കിടക്കുക, രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. നമ്മൾ മുഖത്ത് തേച്ചതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ റിസൾട്ട് കിട്ടില്ല, കഴിക്കണതിലൂടെ കൂടിയാണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മധുരമൊക്കെ നല്ലപോലെ നിങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ നോക്കണം നിങ്ങളുടെ സ്കിന്നിന് എങ്ങനെ റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും. കറുത്ത് കരുവാളിച്ച് കരിമംഗല്യം പിടിച്ച് ടാനൊക്കെ അടിച്ച് എങ്ങനെ ഇരുന്നുണ്ടായിരുന്നു എൻ്റെ മുഖം. ഇപ്പോൾ ഒരു ഇരുനിറങ്ങിലും എനിക്ക് കിട്ടിയത് ഞാൻ ഇങ്ങനെയുള്ള സ്കിൻ കെയറുകളൊക്കെ ചെയ്ത കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് എത്ര വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, 3-4 വർഷം കൊണ്ട് സ്കിൻ കെയർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സിറം എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ? നിങ്ങളെല്ലാവരും ചാനൽ കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. നമുക്ക് എന്തായാലും ഈ സിറം ഞാൻ എങ്ങനെ ഉണ്ടാക്കി, ഞാനിതിന് മുമ്പ് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അത് വേറൊരു തരത്തിലായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു തരത്തിലാണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഇരട്ടി റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാനും ഇതിന് മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടില്ല, വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഞാനും ഇത് രാത്രി യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ മാറ്റം കിട്ടും എന്നുള്ളതാണ് ഞാനും നോക്കുന്നത്. നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം ഇത്തിരി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. ഗ്രേറ്റ് ചെയ്യണം. നല്ലപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ മൊത്തം പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആവശ്യം ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത്ര വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ക്യാരറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു, നമ്മുടെ പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനിപ്പോൾ ഇതാ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുക. പൊട്ടറ്റോ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കുന്നതാണേ. നല്ലപോലെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. നമ്മുടെ എത്ര വലിയ കരിമംഗല്യാണെങ്കിലും നിങ്ങളുടെ മുഖത്തെ കരിമംഗല്യം കളയാൻ ഈ പൊട്ടറ്റോ നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ജ്യൂസ് എടുക്കാം. ക്യാരറ്റിൽ ജ്യൂസ് നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾ മാറാനും മുഖം വെളുക്കാനും ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് ഈ ക്യാരറ്റിൽ. അപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസും നമുക്കിന്ന് ആവശ്യമാണ്. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നമുക്ക് പൊട്ടറ്റോയുടെ സ്റ്റാർച്ചാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഈ പൊട്ടറ്റോ അനക്കാതെ, പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് അനക്കാതെ ഇങ്ങനെ തന്നെ വെക്കുക ഒരു 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ സ്റ്റാർച്ച് അടിയിലായിട്ടുണ്ടാവും, ഇതിൻ്റെ ജ്യൂസ് മാത്രം മുകളിലുണ്ടാവും. അപ്പോൾ ആ ജ്യൂസ് കളഞ്ഞിട്ട് സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഞാൻ അരിക്കാതെയാണ് ഇട്ട് കുറച്ച് ചണ്ടി ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ല പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും ഉള്ള സിറാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. ജ്യൂസ് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റാർച്ചും നമ്മുടെ ക്യാരറ്റ് ജ്യൂസും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക.
ഇതിൽ നമ്മുടെ പൊട്ടറ്റോയുടെ ചണ്ടി ഇത്തിരി വീണ കാരണം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൊട്ടറ്റോയുടെ ജ്യൂസ് ഒഴിച്ച് നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ചണ്ടി ഉണ്ടല്ലോ ഉണ്ട് പൊട്ടറ്റോയുടെ, അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ സിറത്തിൽ ഈ ഒരു വേസ്റ്റ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് നിങ്ങൾ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുമ്പോഴേ നിങ്ങൾ ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് അരിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമുക്കിതിലേക്ക് ഇതേപോലെ തന്നെ 1/2 സ്പൂണ് ഒഴിച്ച് കൊടുക്കുക. എത്രയാണോ ഗ്ലിസറിൻ ഒഴിച്ച് അത്ര തന്നെ നമുക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒഴിച്ച് കൊടുക്കുക. അല്ലച്ചാൽ നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് 2 എണ്ണം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യം അലോവേര ജെല്ലാണ്. നമ്മൾ വാങ്ങിയ അലോവേര ജെല്ല് തന്നെ ഇതിലേക്ക് ഒഴിക്കണം. ഞാനിപ്പോൾ വാങ്ങിയ അലോവേര ജെല്ലാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേര ജെല്ലിൽ വെച്ചാൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അലോവേര ജെല്ല് മിക്സ് ചെയ്യണം. നമുക്ക് സിറത്തിൻ്റെ പരുവത്തിൽ കിട്ടാൻ അലോവേര ജെല്ലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ലായാലും മതി കേട്ടോ. അലോവേര ജെല്ല് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആക്കിയിട്ടുണ്ട്. നമുക്കിത് സിറത്തിൻ്റെ പരുവത്തിലാണ് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ സിറത്തിൻ്റെ പരുവത്തിലെടുത്ത് ക്രീം അല്ല കേട്ടോ, സിറായിട്ടാണ് ഞാനിത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിറത്തിൻ്റെ കുപ്പി ഉണ്ടെച്ചാൽ അതിലേക്ക് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കി വയ്ക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഇത് നമുക്ക് ധാരാളമാണ് ഇതിൽ നമുക്ക് സിറായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 2 ആഴ്ചത്തേക്കുള്ളതുണ്ട്. ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കണം, പുറത്ത് വെക്കരുത് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. വിറ്റാമിൻ സി സിറം എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഇട്ടത് എന്തിനാന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് ഒഴിക്കാൻ പറ്റില്ല, സ്റ്റാർച്ച് തന്നെ വേണം. സ്റ്റാർച്ച് നമ്മുടെ കരിമങ്കല്ലി മാറാൻ, നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ, മെലാസ്മ മാറാൻ, കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളുകൾ മാറാൻ, അതുമാതിരി മുഖത്ത് വരുന്ന കുഴികളും മോക്കുരു വന്ന് അത് മാറുമ്പോൾ ഒരു കുഴികൾ വരും, ആ കുഴികൾ മാറാനും മോക്കുരു വന്ന പാടുകൾ മാറാനും ഒക്കെ സഹായിക്കും. സ്കിൻ നല്ലപോലെ വെളുക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബാക്കി ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാൻ നല്ലപോലെ സഹായിക്കും, മോയ്സ്ചറായിരിക്കാൻ നല്ലപോലെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ആവശ്യം. അപ്പോൾ അതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിതൊരു സിറായിട്ട് ഉപയോഗിക്കുക കാരണം കൊണ്ട് തന്നെ നമുക്കിതൊരു 2 ആഴ്ച ധാരാളമാണ്. ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയും വേണം കേട്ടോ. അപ്പോൾ ദിവസവും രാത്രിയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. മുഖം നല്ലപോലെ കഴുകിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിയർക്കുകയാണേ. മുഖം നല്ലപോലെ കഴുകി വെള്ളം നല്ലപോലെ ഒപ്പിയെടുത്തതിന് ശേഷം നമ്മുടെ സിറ ഉണ്ടല്ലോ, സിറത്തിൻ്റെ കുപ്പിയിലാണെന്ന് വെച്ചാൽ നമ്മൾ സിറ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് സിറം കിട്ടുക അല്ലേ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് സിറം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് നല്ലൊരു ക്രീം പോലെ ആവണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ അലോവേര ജെല്ല് കുറച്ചുകൂടി ഒഴിക്കുക. ഞാനിപ്പോൾ ഇതൊരു സിറം പോലെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഖത്തിട്ട് അവിടെ ഒരു മസാജ് കൊടുക്കുക. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുക, പുറത്ത് വെക്കുകയോ ചെയ്യരുത് കേട്ടോ. കാരണം അത്രയും ചൂടായതുകൊണ്ട് കേട് വന്ന് പോവുള്ളൂ. സ്മെല്ല് മാറ്റം വല്ലതും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ അത് ഉപയോഗിക്കരുത്, മാറ്റിക്കളഞ്ഞേക്കണം കേട്ടോ. കണ്ണിന് ചുറ്റുമൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക. മുഖത്തും അതുപോലെ തന്നെ നമുക്കിത് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കാം. മുഖത്തും കഴുത്തിലും തേച്ച് കൊടുത്ത് രണ്ടിടത്തും ഒരു മസാജ് കൊടുക്കുക. കണ്ടു നല്ല മോയ്സ്ചറായി ഇരിക്കുക. കാരണം നമുക്ക് വേറൊരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഭയങ്കര ഇതായിട്ടുള്ള ഡ്രൈ സ്കിന്നേ നല്ല ഡ്രൈ സ്കിന്നായിരിക്കും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഉപയോഗിക്കാതിരിക്കേണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. ഇത് കാരണം നമ്മളിതിൽ നമ്മുടെ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കണവർക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കാം. ഞാനിതിൽ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് തേച്ചു. സ്കിന്നിലേക്കത് നല്ലപോലെ കാരണം ഇതിൽ നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചാണെന്ന് പറഞ്ഞിട്ട് പൊടി പോലെ ഇത് നമ്മുടെ മുഖത്ത് കിടക്കില്ല. അത് ക്രീമായിട്ടോ അല്ലെങ്കിൽ സിറായിട്ടോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ ആ സ്റ്റാർച്ച് അതുമായിട്ട് അങ്ങോട്ട്
അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്നും ഉണ്ടാക്കിയിട്ട് 2 ആഴ്ചത്തേക്കുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ദിവസവും രാത്രി ഈ സിറം ഉപയോഗിക്കുക. നിങ്ങളുടെ സ്കിൻ എല്ലാവരുടെയും സ്കിൻ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങളിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് പറയാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.